ഹൈ ഗൈസ്, ഗുഡ് മോർണിംഗ്. സമയം ഇപ്പോൾ രാവിലെ 5:33. ഇപ്പോൾ നമ്മൾ ഷൂട്ടിനിറങ്ങിയതാണ്. ആൻഡ് ഫസ്റ്റ് വ്ളോഗാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും ഡു ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇന്നത്തെ ഷൂട്ടെന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക, ട്രഡീഷണൽ ഷൂട്ടാണ്, കൺസെപ്റ്റ് ഷൂട്ടാണ്, വർക്കല വെച്ചാണ്. അപ്പോൾ ഒരു വ്ളോഗ് ആക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് വ്ളോഗ്സ് എന്ന് പറയുമ്പോൾ തൊട്ട് POV, ഐ മീൻ പോയിൻ്റ് ഓഫ് വ്യൂ വ്ളോഗ്സ് ആയിരിക്കും. അപ്പോൾ അതാണ് ഇങ്ങനെ എടുക്കുന്നത്. സോ നമ്മൾ ഇപ്പോൾ പട്ടത്തു നിന്ന് ഇറങ്ങി. ഇനി ഇവിടെ നിന്ന് നേരെ പട്ടം ജംഗ്ഷൻ, അവിടെ നിന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് ട്രെയിൻ പിടിച്ച് വർക്കല. അപ്പോൾ നമ്മുടെ ക്യാമറ എല്ലാം കയ്യിലുണ്ട്. ദിസ് ഈസ് മൈ ഫ്രണ്ട്. നമ്മളിങ്ങനെ കൊച്ചു എളുപ്പങ്കലത്ത് നടക്കുകയാണ്. അയ്യോ, അപ്പോൾ എന്തായാലും ഗൈസ് നമ്മളവിടെ എത്തിയിട്ട് കാണാം. ഗൈസ്, നമുക്ക് ബസ് കിട്ടി. അപ്പോൾ ട്രെയിൻ ടു തിരുവനന്തപുരം, അവിടെ നിന്ന് ട്രെയിൻ. അപ്പോൾ ഇതിൽ നമുക്ക് ട്രിവാൻഡ്രം സെൻറ്ററിൽ എത്തിയിട്ട് കാണാം. ബ്രോ, സമയം ഒന്ന് കാണിക്കുക ട്രെയിനിൽ. ഫൈനലി 5:52 നമ്മൾ തിരുവനന്തപുരം എത്തി. ട്രിവാൻഡ്രം ബസ് സ്റ്റാൻഡ്. നമുക്ക് നേരെ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നുണ്ട് പറ? അല്ല, ഇപ്പോഴെങ്ങോട്ടാണ് പോകുന്നുണ്ട് പറ? ടിക്കറ്റ് എടുക്കുക. അതെ, ടിക്കറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇറങ്ങിയ കാലങ്ങളാണ്. സെക്കൻഡ് ക്ലാസ് ഒന്നും കാണില്ല. എന്തായാലും വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരിക്കും. ജനറലാ? അമ്മാ, ക്യാമറ ഇരിക്കുന്നോണ്ടാണ് എനിക്കൊരു പേടി. സെക്കൻഡ് ക്ലാസ് കാണും. അയ്യോ പറ്റ. എടാ, എനിക്ക് പതുക്കെ അടക്കും, ഷേക്ക് ഉണ്ടോ പാടാം. ബൈ ദ വേ, നമ്മൾ ഈ ഒരു വ്ളോഗ് കംപ്ലീറ്റ്ലി ഷൂട്ട് ചെയ്യുന്നത് നത്തിങ് CMF ഫോൺ 2 Proയിലാണ്. 4K 30, ഇപ്പോൾ 1080p 60 FPS. നൈസ് വ്യൂ. നോക്കടാ, നൈസ് അല്ലേ വ്യൂ? ലുക്ക് അറ്റ് ദിസ് ബ്രോ. ഓ ശരിയാണ്. ഒരു ഫോട്ടോ എടുത്തിട്ട് വരാം. ഇവിടെ ടിക്കറ്റ് എടുക്കാം. പക്ഷെ നമുക്ക് ടിക്കറ്റ് എടുക്കാം. പരശുരാം എക്സ്പ്രസ് സെക്കൻഡ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് ഉണ്ടാവണേ. ഇന്നലെ ബുക്ക് ചെയ്യാനുള്ളതായിരുന്നു. ഇന്നലെ ബുക്ക് ചെയ്താലും കാണൂല. പരശുരാം സെക്കൻഡ് ക്ലാസ് ഉണ്ടോ? എവിടെ പോട്ടെ? വർക്കല. 30 രൂപ. നല്ലൊരു മനുഷ്യൻ നമുക്ക് ടിക്കറ്റ് എടുത്ത് തന്നു. സോ വി ഗോട്ട് അവർ ടിക്കറ്റ്. ഇപ്പോൾ പരശുരാം എക്സ്പ്രസ് സെക്കൻഡ് ക്ലാസ്സിലാണ് നമ്മൾ പോകുന്നത്. എത്രാമത്തെ കോച്ച് നോക്കും. അപ്പോൾ നമ്മൾ പക്ഷേ ഇന്നലെ 90 അല്ലേ? രണ്ടാം കണക്ക് കൂട്ടിയപ്പോൾ എനിക്ക് തോന്നുന്നേ സംഭവം ഇന്നലെ ഓൺലൈൻ നോക്കിയപ്പോഴാണ് 90 ആവുന്നത് കേട്ടോ. ഇവിടെ വന്ന് എടുക്കുമ്പോൾ കുറവാണ്. യെസ്, നോട്ട് ദാറ്റ് പോയിന്റ്. ഇവിടെ നിൽക്കുമ്പോൾ ടിക്കറ്റ് റേറ്റ് കുറവാണ് ഓൺലൈനെ കേട്ട്. എല്ലാവർക്കും അറിയായിരിക്കും. എപ്പോഴാണ് കാണുന്നത്. ഈ മഞ്ഞവരായി 90 മൈനണ്ണ പോയിട്ടൊന്നുമല്ല. മണ്ട പോയിട്ടൊന്നുമല്ല. അങ്ങോട്ട് ഇല്ല, അതിൻ്റെ വണ്ടിയിൽ ഫോട്ടോ എടുക്കാം. പോയി ഗൈസ് പോരാം. ഇതിൽ വ്ളോഗ് എടുത്താലോ? ഹൈ ഗൈസ്, നമ്മൾ ഇപ്പോൾ ഉള്ളത് എവിടെയാണ്? ആൾക്കാർക്ക് ചാവാൻ വേണ്ടി വന്ന് നിന്നിട്ട് പറ്റി സൂയിസൈഡ് നോട്ട് എടുക്കണം. ഇതിപ്പോൾ നമ്മളുള്ളത് ട്രിവാൻഡ്രം സെൻറ്റർ. എങ്ങനെ വീടാൻ കൂടി പോകണം?
എവിടെ നിങ്ങൾ വണ്ടി കയറാൻ നമ്മൾ മുകളിൽ പോയിട്ട് വരാം. ചായ കുടിക്കണം ആഗ്രഹമുണ്ട്, പക്ഷേ നോക്കി പറയണ്ട. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം അത് ചെയ്തില്ല. ഈ സമ്മർദ്ദങ്ങൾ മൂലം നമ്മൾ ചായ കുടിക്കുക ഒഴിവാക്കിയിരിക്കുന്നു. സമ്മർദ്ദമാണ്. സമ്മർദ്ദം കൂടിയ ശരിയാകില്ലല്ലോ. അതെ അതെ. എക്സ്കവേറ്റർ കയറി ഇങ്ങോട്ടാണ് പോകുന്നത്, മുകളിലേക്കാണ്. ഇതൊക്കെ ഓഡിയോ റെക്കോർഡാവുന്നുണ്ടോ എനിക്കറിയാൻ പാടില്ല. അല്ലെങ്കിൽ നീ ഒറ്റയ്ക്ക് ഇരുന്ന് ഡബ് ഓഡിയോ റെക്കോർഡാവുന്നുള്ള വിശ്വാസത്തോടെ നമ്മൾ മുകളിലെത്തി ഗൈസ്. എന്തിനാണ് മുകളിൽ വന്നതെന്ന് ചോദിച്ചാൽ ചുമ്മാ ഇത് കാണാൻ വേണ്ടി ഒന്ന് റിവ്യൂ ഇല്ലേ. ഗൈസ് മാമൻ നമ്മളെ വണ്ടി എത്രാമത്തെ പ്ലാറ്റ്ഫോമിൽ ഈ വ്യൂ കണ്ടോ? പക്ഷേ ഇത് കാണാനുള്ള കേസ് നമ്മൾ മുകളിൽ വരെ വലിഞ്ഞ് കയറിയത്. അപ്പോൾ കേസ് നമ്മൾ എന്തായാലും പരശുറാം എക്സ്പ്രസ് ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഇനി ട്രെയിൻ വന്നിട്ട് നമുക്ക് ട്രെയിൻ വച്ച് കാണാം. കേസ് കളിക്കാൻ പ്രത്യേകിച്ചൊന്നും കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും സാധനം ഡിസ്പ്ലേയിൽ കളിക്കുന്നു. റെയിൽവേയുടെ ഗെയിം കളിക്കാൻ കൊള്ളായിരുന്നു. ശരി, അതെ കൊച്ചനല്ലല്ലോ. പ്ലാറ്റ്ഫോം നമ്പർ 5. നമ്മൾ ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ 5-ലാണെന്നാണ് പറയുന്നത്. സെക്കൻഡ് ക്ലാസ് എന്ന് പറയുമ്പം എവിടെയെങ്കിലുമൊക്കെ ചാടി കയറും. ഇതെല്ലാം സെക്കൻഡ് ക്ലാസ് ആണ് ആലോചിക്കുന്നത്. നമ്മൾ 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ്. എങ്ങോട്ട് വീണ്ടും വഴി തെറ്റിച്ച് കൊണ്ട ഇല്ല, കുഴപ്പമില്ല. ഇവിടെ കട്ടൻ കുടിക്കുന്നു. താല്പര്യമുണ്ട്. അത് സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം ഞാൻ നോക്കുന്നു. നമ്മൾ സമ്മർദ്ദങ്ങളിൽ ആണ്ടുപോവുകയാണ് ഗൈസ്. സമ്മർദ്ദത്തിന് നിങ്ങളെ കോട്ടയം പാലക്കാട് ജംഗ്ഷൻ വഴി സെക്കന്ദരാബാദ് വരെ പോകുന്ന തിരുവനന്തപുരം സെൻട്രൽ സെക്കന്ദരാബാദ് ഷബരി എക്സ്പ്രസ് തിരുവനന്തപുരം സെൻട്രൽ രണ്ടാമത്തെ ഗൈസ് ഈ 10 കണ്ടു. ഇതേ 10 അവിടെയുണ്ട്. ശരിയാ കിട്ടില്ല. എന്താണ് എൻ്റെ കുട്ടൻസ് എന്ന് ഇന്ത്യൻ റെയിൽവേക്ക് അത്ര അറിയാവൂ. ഇന്ത്യൻ റെയിൽവേയിലുള്ള ആരെങ്കിലും വ്ളോഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കുക. കടവുളെ എന്തൊക്കെയാണ് നടക്കണേ? ഇപ്പം എന്ത് ചെയ്യും നമ്മൾ? എവിടെ നിൽക്കും നമ്മൾ? നമുക്ക് രണ്ടേ നടുക്ക് നിൽക്കാം. അല്ലെങ്കിൽ നിർത്തും. പക്ഷെ ആക്ച്വലി നമുക്ക് 14 നമ്പർ ബോഗിയാണ് വേണ്ടത്. പക്ഷേ നമ്മൾ നോക്കിയപ്പോൾ 2:10 കാണുന്നു. അപ്പോൾ ഇതിൽ 14 നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? പക്ഷേ ഒരു കാര്യമുണ്ടായി, ആ 10 അങ്ങോട്ട് കുറഞ്ഞല്ലേ പോണം. ഈ 10 കുറഞ്ഞിരിക്കുന്നു. ഈ 10 നമ്പർ ഇല്ലെന്ന് തോന്നുന്നു. ട്രെയിന് വരുന്നു എന്ന് എൻ്റെ ഒരു നിഗമനം. സൗത്തിൽ നിർത്തി, കൊച്ചുള്ളി നിർത്തി. വിദൂരതയിൽ നിന്ന് നമ്മൾ ട്രെയിൻ വരുന്നു. ഇതൊക്കെ ഞാൻ കാർത്തിക് ബ്രോയെ നടിച്ചു പറ്റിയ വാക്കുകളാണ്. കഴിഞ്ഞ് വരണ കണ്ടോ? സീറ്റുണ്ടെന്ന് തോന്നുന്നു. സീറ്റ് ഇതിൽ സീറ്റുണ്ട്. പാ
അയ്യോ തീരെടാ. അങ്ങോട്ട് സൈഡ് സീറ്റൊന്നും ഇല്ലല്ലേ. ഫ്രണ്ടിൽ നമ്മൾ അയ്യോ ഒരു ഓട്ടത്തിനടുവിൽ ആൾക്കാർ ട്രെയിനിൽ കയറി ഓടിക്കൊണ്ടിരുന്നു. അതിൻ്റെ ഇവിടെ ഇപ്പം ചായയും കൊണ്ട് കിടക്കുന്നു. മര്യാദ ഗൈസ് ഓടുന്നതിനിടയ്ക്ക് പോയി ചായ തട്ടിയിട്ടൊരു മാമിയെ കൊന്നു കേട്ടാ. ചീത്തയും അതങ്ങനെ നമ്മൾ ട്രെയിനിലെത്തി. നമ്മൾ പരശുരാം എക്സ്പ്രസ്. വലിയ ഗുണമൊന്നുമില്ലെങ്കിലും അല്ല കുഴപ്പമില്ല. ഇത് ഒരു ദിവസം നമുക്ക് ഇതങ്ങ് എടുത്താലേ. അത് വ്ളോഗിൽ മിസ്റ്റർ സ്നേക്ക്മാൻ സ്ട്രോങ്സ്റ്റ്. അരമണിക്കൂറിൽ നമ്മൾ എവിടെ എത്തും? വർക്കല എത്തുമെന്നാണ് പറയണത്. എന്തായാലും നമുക്ക് വർക്കല എത്തിയിട്ട് കാണാം. ഗൈസ് അതിന് നമ്മൾ വർക്കല എത്തി. വർക്കല ശിവഗിരി എത്തി. സമയം എത്രയായി? സമയം 7:17 ആയപ്പോൾ നമ്മൾ വർക്കല എത്തി. എത്ര മണിക്ക് പറഞ്ഞിരുന്നത്? 6:59 അല്ലേ? കുഴപ്പമില്ല ഗൈസ്. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ലേറ്റാണ്. പട്ടി ഗൈസ്. അപ്പോൾ ഇന്നെന്താ പ്ലാൻ? ഇവിടെ നേരെ ഇറങ്ങി കാപ്പി പിടിക്കാല്ലേ? ട്രെയിൻ ഉണ്ടാകുന്ന ട്രെയിനാ? അതെ. അതൊക്കെ ഇറങ്ങിയാൽ മതി എന്ന് പറയും ഗൈസ്. അപ്പോൾ നമ്മൾ ബസ് കത്തിക്കുകയാണ്. എന്തായാലും ബസ് കിട്ടിയിട്ട് വരാം. ഓക്കെ. ഞങ്ങൾ വർക്കല മൈതാനത്തുണ്ട്. സ്നാക്സ് ദോശ, അപ്പം, ഇഡ്ഡലി. ദോശ, അപ്പം, ഇഡ്ഡലി അത് ഒരു സുഖമില്ലടേ കട. നമുക്ക് അങ്ങോട്ട് നടന്നത് നടക്കാം. ഇത് പിടി. ഗൈസ് അപ്പോൾ ഞങ്ങൾ ബസ്സിൽ കയറിയപ്പോൾ നമ്മുടെ മോഡൽ പറഞ്ഞു പിക്ക് ചെയ്യാൻ വരാം. സോ നമ്മളിപ്പോൾ ഇങ്ങനെ ഫുഡ് കഴിക്കാനുള്ള ഏതെങ്കിലും ഒരു സ്പോട്ട് തപ്പയാണ്. ഇവിടെ ഫുഡ് കഴിക്കാൻ നല്ല സ്പോട്ടില്ല ഗൈസ്. നീ മാപ്പിൽ അടിച്ചാടാ എന്തെങ്കിലും ഹോട്ടലിൽ റെസ്റ്റോറൻ്റ് ഉണ്ട്, ഒന്നും തുറന്നിട്ടില്ല. അതാണ് വിഷയം. അവിടെ ഒരു വെജിറ്റേറിയൻ എന്തോ ഞാൻ കണ്ടായിരുന്നു. ഇവിടെ ഇന്ന് വല്ല ബന്ധ ഹർത്താലോ എന്തെങ്കിലും ആണോ അറിയത്തില്ല. ഒരു KSUവിൻ്റെ ബന്ധം പറയാമല്ലോ ഇന്നലെ. അത് ഇന്നല്ല, അത് വിദ്യാഭ്യാസ ബന്ധുറവും അതൊന്നും എന്ത് ബന്ധം? ഇത് ചേട്ടാ ഇവിടെ ഹോട്ടൽ എന്തെങ്കിലും അടുത്ത ഇവിടെ വൈകി ഇറങ്ങുന്നിടത്ത് ഇട സൈഡിലൊരെണ്ണമുണ്ട്. ഇപ്പോൾ ഇറങ്ങിയുടെ സൈഡിലുണ്ടെന്നാണ് വിഷ്ണു പറഞ്ഞത്. നെക്സ്റ്റിലെടുക്കാം ഗൈസ്. ഫൈനലി ഒട്ടും വൈകാൻ തന്നെ നമ്മൾ റെസ്റ്റോറൻറ്റ് അടിച്ചു. പേരൊന്നും പറഞ്ഞത് കേട്ടോ. എന്തായാലും കിട്ടിയതിന് കയറി. നമ്മൾ പൂരി ഓർഡർ ചെയ്തു. പൂരി ആയാലും ഓക്കെയാണ്. ദോശക്കാട്ടിയും പൂരിയാണ് നല്ലത്. സോ നമ്മൾ പൂരി ഓർഡർ ചെയ്തു. ഫുഡ് വന്നിട്ട് കാണാം. ഗൈസ് അവനെ പൂരി കിട്ടി, എനിക്ക് കിട്ടിയില്ല. എങ്ങനെയുണ്ട്? എനിക്കും പൂരി വന്നു കേട്ടാ. ഇതിപ്പോൾ പൊട്ടിപ്പൊട്ടിക്കുമ്പോൾ ആവി വരും. എന്നിട്ട് അയ്യോ നല്ല ചൂടുണ്ട്, നല്ല ചൂടുണ്ട്. എങ്ങനെ കഴിക്കും?
ഇച്ചിരി പൂരി ഇങ്ങനെ പിടിച്ചെടുത്ത് കുറച്ച് ഇങ്ങനെ നോക്കേ എടുത്ത് അപ്പോൾ കഴിച്ചിട്ടാ ഗൈസ്, നമ്മൾ ഫുഡ് കഴിച്ചു സക്സസ്ഫുള്ളി. ഇപ്പോൾ കട്ട പോസ്റ്റാണ്. മോഡലിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ ലൊക്കേഷൻ വന്നിട്ട് ലൊക്കേഷൻ മൈതാനം വർക്കല. അപ്പോൾ ഞങ്ങളിവിടെ ഇങ്ങനെ നമ്മുടെ മോഡലിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും മോഡൽ വന്നിട്ട് ഷൂട്ടിലേക്ക് പോവാം. അപ്പോൾ ഓക്കെ ബൈ ഗൈസ്. നമ്മളിങ്ങനെ ഷൂട്ടിൽ ലൊക്കേഷൻ എത്തി. ഇത് മാണ്ട്ര. പക്ഷെ ഇത് എന്തോ അമ്പലം, ശിവക്ഷേത്രം അങ്ങനെ എന്തെങ്കിലും? കൃഷ്ണൻ്റെ ക്ഷേത്രം. ഓക്കെ, സ്ഥലം ഇത്രയുണ്ട്. ഇവിടെ വന്നപ്പോൾ പൊങ്കാല. ഇതാണ് നമ്മുടെ ആക്ടിങ് മോഡൽ പൈത്ര ചേച്ചി. നമുക്ക് ഷൂട്ടിലോട്ട് അടക്കാല്ലേ? ഷൂട്ടിലോട്ട് അടക്കാല്ലേ? എടുത്തോ. ഇപ്പോൾ നമുക്ക് ഷൂട്ടിലോട്ട് പോകാം. ഗൈസ്, ഷൂട്ടിനിടയ്ക്ക് ക്യാമറ നിരച്ചു. നമ്മളങ്ങനെ ഫോട്ടോസ് കോപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കട്ട പോസ്റ്റ് 2 മണിക്കൂറിന് ശേഷം തീരാറായി. നല്ല പാട്ട്.
എന്ത് അവസ്ഥയാന്ന് നോക്കണേ. കാർഡ് തീർന്നു പോയി ഗൈസ്. അപ്പോൾ ബൈ അടുത്ത് ഷൂട്ടിന് കാണാം ഗൈസ്. കുറേ നേരത്തിന് ശേഷം നമ്മൾ വീണ്ടും ഷൂട്ട് പുരോഗമിച്ചു. സെറ്റാണ്. അപ്പോൾ നല്ല ലൊക്കേഷൻ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീണ്ടും ഷൂട്ടിന് ഇറങ്ങി. ഇപ്പോൾ ഒരു വെയിലും ഭയങ്കര വിഷയമാണ്, ലൊക്കേഷൻ നേരെ കിട്ടാനില്ല ആണ് ഇപ്പോഴത്തെ വിഷയം. പൊള്ളണ വെയിലാണ്. അപ്പോൾ എന്തായാലും ഗൈസ് നമുക്ക് ഷൂട്ട് കഴിഞ്ഞിട്ട് കാണാം. ഇല്ല ഓക്കെ നമുക്ക് തുടങ്ങാം. ഇങ്ങനെ ചാരി നിന്നോളാം. കൊച്ചു പീസ് ചെറുതായിട്ടുണ്ടപ്പോൾ അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ താഴെ നോക്കി നിന്നിട്ട് ചെറിയൊരു മുകളിലോട്ട് ലൈറ്റായിട്ട് റെഡി. ചെറിയ സംഗീതം. ഫൈനലി നമ്മുടെ ഷൂട്ട് കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ വർക്കല എങ്ങനെ ഉണ്ടായിരുന്നു ഷൂട്ട്? വളരെ ഗംഭീരമായിരുന്നു. ഔട്ട്പുട്ടൊക്കെ ഇഷ്ടപ്പെട്ടോ? എല്ലാം ഇഷ്ടപ്പെട്ടു. നല്ല എന്താ പറയുക, പ്രൊഫഷണൽ. അതെ അതെ, പ്രൊഫഷണൽസിൻ്റെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷതയാണ്. താങ്ക് യു. അപ്പോൾ ഗൈസ് എന്തായാലും ഷൂട്ടെല്ലാം ഗംഭീരമായി കഴിഞ്ഞു. ലൊക്കേഷൻ നമ്മൾ ബുദ്ധിമുട്ടെങ്കിലും വെയിലുണ്ടായിരുന്നെങ്കിലും നമ്മൾ അടിപൊളിയായി എടുത്തു കുറേയൊക്കെ അല്ലേ. അടുത്ത തവണ തൊട്ട് വെയിലത്ത് ഷൂട്ടിന് എടുക്കാൻ. അടുത്ത ഷൂട്ട് ഉടനെ പ്രതീക്ഷിക്കാൻ പറ്റില്ലേ നമ്മുടെ പുതിയ കൺസെപ്റ്റോടെ. അതെ, നമ്മളിനി വേറിട്ടൊരു രീതിയായിരിക്കും. അപ്പോൾ ഇറയിലും പോസ്റ്റ് വരുന്നതായിരിക്കും. എല്ലാവരും കയറി ചെക്കൗട്ട് ചെയ്യുക. ഡു ഷെയർ ആൻഡ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നേരെ ഓഫ് ടു റെയിൽവേ സ്റ്റേഷൻ, അവിടെ നിന്ന് ഓഫ് ടു ട്രിവാൻഡ്രം. ഓക്കെ ഗൈസ്, ബൈ ബൈ. ഗൈസ് അപ്പോൾ വിട പറയാണ്. അപ്പം ടാറ്റ. ഇത്ര ദിവസം നമുക്ക് ഫുഡ് തന്നതിനും ട്രാവലിംഗ് എല്ലാം നോക്കിയതിനും താങ്ക് യു. എന്തായാലും നല്ലൊരു ഔട്ട്പുട്ട് എടുക്കാൻ പറ്റി. അപ്പോൾ ഓക്കെ, അടുത്ത ഷൂട്ടിന് കാണാം. ഹാപ്പിയാണ് സെറ്റ്. ഓക്കെ ഏട്ടാ. ചേട്ടൻ്റെ പേരെന്ത് വരുന്നുണ്ടോ? അമലല്ലേ? ഓക്കെ ഏട്ടാ, ശരി എന്നാൽ അടുത്ത ഷൂട്ടിന് വരുമ്പോൾ കാണാം. ഓക്കെ. ആ വരാം. ആ അതിൻ്റെ പേരെന്ത്? മഞ്ജു. ഓക്കെ അയച്ചു. ഓക്കെ ശരി എന്നാൽ. ഓക്കെ താങ്ക് യു. പോട്ടെ ഗൈസ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിലാണ്. ഉണ്ടല്ലോ ഗൈസ്, വളരെ അടിപൊളി ഷൂട്ടായിരുന്നല്ലേ. നൈസായിരുന്നു ഗൈസ്. അവരായാലും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു ഗൈസ്. ഭയങ്കര ശബ്ദമാണ്. അപ്പം പിന്നെ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഓക്കെ ഗൈസ്. അയ്യോ, ഓടി ട്രെയിൻ കിട്ടി. നല്ല ടയേർഡാണ് ഗൈസ്. അപ്പോൾ മുകളിൽ കയറി കിടന്ന് ഉറങ്ങിയാലേ. ഗൈസ് അപ്പോൾ എന്തായാലും നമ്മൾ ട്രിവാൻഡ്രം എത്തിയിട്ട് വരാം. ബൈ.